ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്. ഇന്ന് ട്രംപ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇനി ഫോറിൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് വെച്ചാൽ അലിഗേഷൻസ് ഓഫ് ആൻ അൺസേഫ് ആൻഡ് ഹോസ്റ്റൈൽ ക്യാമ്പസ് എൻവിറോൺമെൻറ്റ്. കാരണം അവിടെ നടക്കുന്നത് ഇപ്പം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു ആൻറ്റിസെമിറ്റിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ ഒരു പ്രോ ഹമാസ് ആക്ടിവിസം യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നുണ്ട്. അത് കൊണ്ട് ദേ ആർ ക്രിട്ടിസൈസിങ് ദ യൂണിവേഴ്സിറ്റി. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് സസ്പീഷ്യസ് ടൈസ് വിത്ത് ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുണ്ട്. പിന്നെ വേറെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഡസൻറ്റ് ഫോളോ ദി DEI പോളിസീസ് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, അത് കോമൺലി നോൺ ആസ് അമേരിക്കയിലുള്ള ഈ SCVP എന്ന് പറയും, സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് വിസിറ്റർ ഈ പ്രോഗ്രാംസ്, അത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസൊക്കെ വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. ഹാർവാർഡിലെ സ്റ്റുഡൻസും വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ അവരെ വിസ സ്റ്റാറ്റസ് അൺലോഫുള്ളാന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെ കുറേ ന്യൂസ് കണ്ടു ഇന്ന്. പക്ഷേ എനിക്കിത് പറയുന്ന സമയത്ത്, വായിച്ച സമയത്ത് തോന്നിയത് ഇറ്റ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. നമ്മളെ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ പറയാൻ എന്തായാലും നമ്മളെ യൂണിവേഴ്സിറ്റി ഈസ് മോർ ദാൻ എ ഗ്ലോറിഫൈഡ് എക്സ്റ്റൻഷൻ ഓഫ് എ സ്കൂൾ. അല്ലാണ്ട് വേറെ എന്തല്ല എനിക്ക് തോന്നുന്നില്ല. നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയൊരു ഗ്ലോറിഫൈഡ് എക്സ്റ്റൻഷൻ ഓഫ് സ്കൂൾ തന്നെയാണുള്ളത്. അതിൻ്റെ സോൾ എയിം ഈസ് ടു കൺസിസ്റ്റ് ടേണിങ് ഔട്ട് ഹ്യൂമൻ പ്രോഡക്ട്സ് ഇൻ ടു സ്റ്റാമ്പ് വിത്ത് ഡിഗ്രി. എല്ലാവർക്കും ഡിഗ്രീൻ്റെ സ്റ്റാമ്പ് കൊടുക്കുക. ആൻഡ് നോ ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ടീച്ചിങ്. ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചാൽ മാക്സിമം നിങ്ങളാ നോക്കുക, ഒരു ടീച്ചറാന്ന് നോക്കുക. ദേ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് റിസർച്ച്. സോ ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ ഫേറ്റ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു 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 സംഗതി തോന്നിച്ചാൽ, ബേസിക്കലി ഈ യൂണിവേഴ്സിറ്റികളിൽ പണ്ടേ ഈ രാമായണത്തിൽ ഒരു കഥയുണ്ടായിരുന്നു. ശ്രീരാമൻ ലങ്കയിൽ പോയി തിരിച്ചു വന്ന് ശ്രീരാമൻ അയോധ്യയിലെത്തിയ സമയത്ത് ഈ ശ്രീരാമൻ അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമരാജ്യമാണ്. രാമരാജ്യം എന്ന് വെച്ചാൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം ഈക്വൽ ജസ്റ്റിസാണ് രാമരാജ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മനുഷ്യന്മാർക്ക് മാത്രം ജസ്റ്റിസ് ആയിരുന്നില്ല രാമൻ്റെ രാമരാജ്യത്തിൽ. അപ്പോൾ ഇപ്പോഴുള്ള ഗവൺമെൻറ്റിന് എന്ത് രാമരാജ്യം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ രാമരാജ്യം അങ്ങനെയാണെന്ന് കേട്ട്. അപ്പോൾ ഈ ശ്രീരാമൻ തിരിച്ചു വന്ന സമയത്ത് ഈ അയാളൊരു കിങ്ങായിട്ട് റൂൾ ചെയ്യുന്ന സമയത്ത് അതിന് ജസ്റ്റിസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രീരാമൻ്റെ അടുക്കെ അപ്രോച്ച് ചെയ്തൊരു നായിയായിരുന്നു. അപ്പോൾ നായി ശ്രീരാമനോട് പറഞ്ഞു, പിന്നെ ഐ വാണ്ട് ജസ്റ്റിസ് എന്ന്. അത് പണ്ട് എനിക്ക് വായിച്ച ഗോഡ് ഫാദർ മൂവിയിൽ അയാൾ ആദ്യം തന്നെ ഒരു സീനായിരുന്നു. എന്താ പറയുക, ഐ വാണ്ട് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ഗോഡ് ഫാദർ എടുക്കുക പോകുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നത്, നീ എന്തുകൊണ്ട് പോലീസിൻ്റെ അടുക്ക് പോയില്ല? അല്ലെങ്കിൽ ഇവിടെ പോലീസും ഉണ്ടല്ലോ, കോർട്ടുണ്ടല്ലോ, വൈ ഡിഡ് ഗോ ദെയർ എന്ന്. അപ്പോൾ അത് ആ മൂവി കണ്ടേക്ക് മനസ്സിലാവും ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു ഗോഡ് ഫാദർ മൂവി. പക്ഷേ ഈ ശ്രീരാമനോട് നായി പോയിട്ട് ശ്രീരാമനോട് പറഞ്ഞു, രാം ലോർഡ് ഐ നീഡ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ. അപ്പോൾ രാം ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അപ്പോൾ ഈ നായി പറഞ്ഞതെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ രാവിലെ ഒരു സന്യാസിയുണ്ട്. ഈ സന്യാസി രാവിലെ പോകുന്ന സമയത്ത് ഞാൻ ഇയാളുടെ കൂടെ പോകാറുണ്ട്. അപ്പോൾ ഈ സന്യാസി എപ്പോൾ എന്നെ കല്ലെടുത്തെറിയുക, വടികൊണ്ടടിക്കുക, ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ദിസ് ഈസ് നോട്ട് എ ജസ്റ്റിസ്. രാമരാജ്യത്തിലുള്ള ജസ്റ്റിസ് അല്ല. ഈ സന്യാസി എപ്പോൾ പോകുമ്പോൾ എന്നോട് വളരെ ക്രൂലായിട്ട് ചെയ്യുന്നു. ഞാൻ അയാൾ ഫോളോ ആയിട്ട് പോകുന്ന സമയത്ത് അയാളിനോട് വളരെ ക്രൂരമായിട്ട് പ്രേരണ എന്നെ കല്ലെടുത്തെറിയുന്നു. ഇതൊക്കെ അയാളെ പണിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ശ്രീരാമൻ ഒരു കാര്യം, നിങ്ങൾ സന്യാസിനെ വിളിച്ചു, വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ശരി തന്നെയാണ് ഈ നായി പറയുന്ന കാര്യങ്ങൾ. കാരണം വെച്ചാൽ ഈ നായി എപ്പോൾ എൻ്റെ കൂടെ വരുന്ന സമയത്ത് ഞാനൊരു സന്യാസിയാണ്. എനിക്ക് രാവിലെ ബെഗിങ് ബോൾ എടുത്തിട്ട് പല വീടുകളിലും കയറിയിട്ട് അരിയോ അല്ലെങ്കിൽ പല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ഈ നായി വളരെ ക്രൂവലായിട്ട്, ഒരു ഡേർട്ടി ഡോഗ്, എന്നെ കാണാൻ തന്നെ വൃത്തികെട്ടൊരു നായിയാണ്, എപ്പോഴും കുരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് എപ്പോഴും ആൾക്കാർക്കിത് പേടിയാകുന്നു. അപ്പോൾ ആൾക്കാർ ഈ നായിനെ കാണുന്ന സമയത്ത് എല്ലാവരും ഗേറ്റ് അടച്ചാളുന്നു, വാതിലടച്ചാളുന്നു. എനിക്കൊരു ഭക്ഷണം കിട്ടില്ല. ഞാൻ വൈകുന്നേരം വന്ന് സ്റ്റാർവ് ചെയ്യേണ്ടി വരുന്നത്. സോ ഇറ്റ് ഈസ് വെരി ക്രൂവൽ ടു മീ നായി. അതുകൊണ്ടാണ് നായിനെ ഞാൻ ഈ പോകുന്ന വഴിക്കൊക്കെ കല്ലെടുത്തെറിയുന്നതും വടികൊണ്ടടിക്കുന്നതും. അപ്പോൾ ശ്രീരാമൻ നായിയോട് ചോദിച്ചു, ഇത് ശരി തന്നെയാണോ നീ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ നായി പറഞ്ഞു, ഈ
സന്യാസി പോകുന്നത് പിന്നെ ഈ ഭക്ഷണത്തിന് അയാളും ബെഗിങ് ബൗൾ എടുത്തിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും പോകുന്നത്. എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നത് സന്യാസം ചെയ്യുന്ന അയാൾ അരി മേടിക്കേണ്ടത്. ഞാനും പോകുന്നത് എൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അയാളൊരു മനുഷ്യരൂപം, ഞാനൊരു നായിൻ്റെ രൂപം. ഐ കനോട്ട് ചേഞ്ച് മൈ എൻ്റെ രൂപം മാറ്റാൻ എനിക്ക് പറ്റില്ല. എന്നെ ഗോഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ്. ഞാൻ നായിയായിട്ട് ജനിച്ചിട്ടുള്ളത്, അയാൾ മനുഷ്യനായിട്ട് ജനിച്ചത്. അപ്പോൾ അയാൾ ഭക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ ഞാനും എൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാനും റോഡിലെ കൂടെ നടക്കുന്നപ്പോഴും അയാൾക്ക് എന്ത് കല്ലെടുത്തെറിയാൻ എന്ത് അധികാരമുള്ളത്? ഈസ് ഓൾസോ ഡൂയിങ്. ഐ ആം ഓൾസോ ഞാനും എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടി തന്നെ പോകുന്നത്. അപ്പോൾ ശ്രീരാമൻ മനസ്സിലായി സംഭവം ശരിയാണ്. അപ്പോൾ ആ സന്യാസി പറഞ്ഞു, ഓക്കെ സോ നൗ ഐ അണ്ടർസ്റ്റുഡ് ഡോഗ് ഈസ് റൈറ്റ്. കാരണം ഞാൻ ഡോഗിന് വേണ്ടി രാമനോട് പറഞ്ഞു, ലോർഡ് റാം, യു ഗേവ് എനി പണിഷ്മെൻറ്റ്, ഐ ആം റെഡി ടു, ഞാൻ എടുക്കാൻ റെഡിയാണ്, കാരണം ഞാൻ ചെയ്ത് തെറ്റാന്ന് ഇപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ഇതിന് പണിഷ്മെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. ശ്രീരാമൻ നായിയോട് പറഞ്ഞു, വാട്ട് പണി യു ഗീവ് ദ പണിഷ്മെൻറ്റ്, നിനക്ക് അയാൾക്ക് എന്താ പണിഷ്മെൻറ്റ് കൊടുത്തത്? നീ കൊടുക്കും, ഞാൻ കൊടുക്കുന്നില്ല എന്നാണ്. അപ്പോൾ നായി ഈ ശ്രീരാമനോട് നോക്കിയിട്ട് പറഞ്ഞു, ഈ സെയിൻറ്റിനെ കണ്ടാൽ അയാളൊരു സന്യാസിയാണ്, കുറച്ച് ഒരു ഒരു മഹർഷീനെ പോലത്തെ ആളാണ്, വളരെ നോളജബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. സോ ഇയാൾക്ക് എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇയാളൊരു യൂണിവേഴ്സിറ്റി തുടങ്ങട്ടെ, അയാൾ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ പഠിപ്പിക്കട്ടെ, യൂണിവേഴ്സിറ്റിയിൽ പോയി യൂണിവേഴ്സിറ്റി റൺ ചെയ്യട്ടെ. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ ഇന്നത്തെ യൂണിവേഴ്സിറ്റി റൺ ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ആ നായി പറഞ്ഞതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി റൺ ചെയ്യേണ്ടി അത്രയും വിഷമങ്ങളാണ്, യൂണിവേഴ്സിറ്റിക്ക് ഫണ്ടിങ് കിട്ടില്ല. ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടുക? യൂണിവേഴ്സിറ്റിയിൽ പല ടീച്ചർമാർ തമ്മിലുള്ള ഇൻറ്റേർണൽ ഈ കോൾഡ് വാർ, സ്റ്റുഡൻസിൻ്റെ സ്ട്രൈക്ക്, ബ്യൂറോക്രസി, സമയത്ത് എക്സാം നടത്താൻ പറ്റില്ല, പിന്നെ ഇവരെ ധർണ, പിന്നെ സമരങ്ങൾ, ഈ വൈസ് ചാൻസലറുടെ റൂമിനുള്ളിൽ പൂട്ടിയിടുക, കല്ലെടുത്തെറിയുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഈ നായി പറഞ്ഞത് ഈ ഒരു വൈസ് ചാൻസലർ ആയിക്കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെയുള്ള സകല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു അത് പറഞ്ഞുകൊണ്ട് ആ വൈസ് ചാൻസലർ അതൊരു പണിഷ്മെൻ്റ് ആവുമല്ലോ ശരിക്കും പറഞ്ഞാൽ. അതുപോലെയാണ് വൈസ് ചാൻസലർക്കുള്ളൊരു പണിഷ്മെൻ്റ് ആയി കൊടുത്തത്. സോ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ലോകത്തിലുള്ള ഈ യൂണിവേഴ്സിറ്റികൾ എടുക്കാമെന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ പറയാമെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും കഴിഞ്ഞിട്ട് വേറെ യൂണിവേഴ്സിറ്റികളും. കാംബ്രിഡ്ജ് പറയാന്ന് വെച്ചാൽ ഈ കാംബ്രിഡ്ജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഡിസ്സാറ്റിസ്ഫൈഡ് സ്കോളേഴ്സ് ഹൂ മൈഗ്രേറ്റഡ് ഫ്രം ഓക്സ്ഫോർഡ് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. സോ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ ഈ ഓക്സ്ഫോർഡിൻ്റെയും കാംബ്രിഡ്ജിൻ്റെയും ആ ട്രഡീഷൻസും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ കാംബ്രിഡ്ജും ഓക്സ്ഫോർഡും അവർ തമ്മിൽ എന്താണെന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർ തമ്മിൽ നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോൾ നടക്കാറുണ്ട് പല കാര്യങ്ങളിലും. കാരണം അങ്ങനെയുള്ള കോമ്പറ്റീഷൻ വരുമ്പോൾ അവരെ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുക ചെയ്യും. സോ അത് വളരെ ട്രഡീഷണൽ ഡിഫറൻസ് ഉണ്ട് രണ്ട് യൂണിവേഴ്സിറ്റി ആയിട്ട്. സോ ഓക്സ്ഫോർഡ് നോക്കുകയെന്ന് വെച്ചാൽ മെനി ലിബറൽ ആർട്സിൽ പൊളിറ്റീഷ്യൻസ് ഓക്സ്ഫോർഡ് കുറേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാംബ്രിഡ്ജ് എക്സൽഡ് ഇൻ മാത്തമെറ്റിക്സ് ആൻഡ് സയൻസിൽ കാംബ്രിഡ്ജ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളും ഇതുപോലുള്ള ഒരു തരത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യുണിവേഴ്സിറ്റിയും എന്തുകൊണ്ടൊരു കോമ്പറ്റീഷൻ ആയിക്കൂടെ? അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ എന്തൊരു കോമ്പറ്റീഷൻ സ്റ്റുഡൻസിൻ്റെ ഇടയിലായിക്കൂടെ? ഇതിപ്പോൾ യുവജനോത്സവത്തിലും ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ഈ ബിരിയാണി വിളമ്പുന്ന ഇതൊക്കെ കോൺട്രവേഴ്സി കേൾക്കാന്നല്ലാണ്ട് ദർ ഇസ് നോ ഹെൽത്തി കോമ്പറ്റീഷൻ. നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് റിസർച്ചാണ് ചെയ്യുന്നില്ല, എന്ത് ന്യൂ ഐഡിയാസ്, ന്യൂ റിസർച്ച്, ന്യൂ പ്രോഡക്ട്സ് അവർ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അവർ കുറേ ടീച്ചേഴ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട്. മേ ബി സം ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ്, ഇതുപോലെ ടീച്ചേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും യൂണിവേഴ്സിറ്റി എന്നല്ലാണ്ട് നമുക്ക് നല്ല റിസർച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്സോ ഒരു യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവരൊക്കെ ഈ നമ്മുടെ സ്റ്റുഡൻസൊക്കെ കേരളം വിട്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഒന്നും നടക്കുന്നില്ല. കാരണം ദർ ഈസ് നോ ഫണ്ടിങ്, ദർ ഈസ് നോ യൂണിവേഴ്സിറ്റിക്ക് ഗ്രാൻറ്റ്സ് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്കേണ്ട വലിയ പ്രശ്നങ്ങളാണ്. സോ ഇത് ഞാൻ പറഞ്ഞു വന്ന ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാമെന്ന്. അതുപോലെ നിങ്ങൾക്ക് ലോറൻസ് ഡഗ്ലസ് ഫിങ്ക് എന്ന് പറഞ്ഞൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇയാളൊരു വലിയൊരു എന്താ പറയുക, എപ്പോഴും മീഡിയയിൽ വരുന്ന ആളൊന്നുമില്ല. അയാളൊരു ബ്ലൂംബർഗിൽ മാത്രം പലപ്പോഴും വരുന്ന ആളാണ്. പക്ഷേ ഈ ലോറൻസ് എന്ന് വെച്ചാൽ ഈസ് എ CEO ഓഫ് ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ CEO ഇയാൾ ഇയാൾ മാനേജ് ചെയ്യുന്ന കമ്പനിക്ക് 10 ട്രില്യൺ അസറ്റുള്ള ഒരു കമ്പനിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യൻ്റെ GDP തന്നെ 3.75 ലക്ഷം കോടിയേ ഉള്ളൂ.
ഈ ഒരു കമ്പനീൻ്റെ മാനേജ് ചെയ്യുന്ന അസറ്റ് 10 ട്രില്യനാണ്. ഈ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം 2008 ഒബാമ ഉണ്ടായ സമയത്ത് ഒബാമ ആദ്യം ഇവരെ വിളിച്ചത് ഇയാളെയായിരുന്നു വിളിച്ചത്. നമ്മളെ രക്ഷിക്കൂ, അമേരിക്ക സാമ്പത്തികമായി കടക്കണിയിലാണ്, യു ഹാവ് ടു സേവ് ദിസ് കൺട്രി. ആൻഡ് ഹി വാസ് ഓൾസോ വർക്കിംഗ് വിത്ത് ഹിലാരി ക്ലിൻറ്റനായിട്ട് വർക്ക് ചെയ്തു, അഡ്മിനിസ്ട്രേഷനിലുണ്ടായിരുന്നു. സോ ഇയാളൊരു ഫോർച്യൂൺ മാഗസീനിലും ടൈമിൻ്റെ മോസ്റ്റ് 100 ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളിലുള്ള ഒരാളാണ് ലോറൻസ് ഡഗ്ലസ് ഫിങ്ക്. സോ വെരി 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 പവർഫുൾ മാൻ. ഇവരൊക്കെയാണ് ലോകം ഭരിക്കുന്ന ആൾക്കാർ എന്ന് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ള ആൾക്കാരൊക്കെ ലോകത്തിലുള്ള പേര് കേൾക്കുന്നുണ്ടല്ലോ, പക്ഷേ ദി ആർ ദ പീപ്പിൾ റിയലി മൂവ്സ് ദ വേൾഡ്. സോ താങ്ക് യു ഫോർ ബീയിങ് മൈ ചാനൽ. ഗുഡ് നൈറ്റ്.